കാസർഗോഡ് പിലിക്കോട് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ അജ്ഞാതന്റെ വിളയാട്ടം. ഇരുട്ടിന്റെ മറവിൽ വീടിന്റെ വാതിലിൽ മുട്ടിയും ടാപ്പ് തുറന്നുവിട്ടും നാട്ടുകാരിൽ ഭീതി സൃഷ്ടിക്കുകയാണ് അജ്ഞാതനായ വ്യക്തി. രാത്രി 12 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഇയാൾ എത്തുന്നത്. അർദ്ധരാത്രിക്ക് ശേഷം വീടിന്റെ വാതിലിൽ മുട്ടി വീട്ടുകാർ ഉണരുമ്പോൾ സ്ഥലം വിടും. കുട്ടികൾ ഉൾപ്പെടെ ആശങ്കയിലായതോടെ ചെറു സംഘങ്ങളായി തിരിഞ്ഞ് രാത്രി നിരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. സംഭവത്തിൽ ചന്ദേര പോലീസിനും പരാതി നൽകിയിട്ടുണ്ട്. പിലിക്കോട് പഞ്ചായത്തിലെ എക്കച്ചി, വറക്കോട്ടുവയൽ, പടുവളം, കരക്കേരു, കാലിക്കടവ് എന്നിവിടങ്ങളിലാണ് അജ്ഞാതന്റെ വിളയാട്ടം. 1 മാസമായി ഭീതിയോടെയാണ് നാട്ടുകാർ കഴിഞ്ഞുകൂടുന്നത്. രാത്രി 12 മണിക്കും 3 മണിക്കും ഇടയിലാണ് ഉപദ്രവം. ഇത് ഒരാളാണോ ഒന്നിൽ കൂടുതൽ പേരടങ്ങുന്ന സംഘമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അർദ്ധരാത്രിക്ക് ശേഷം വീടിന്റെ വാതിൽ മുട്ടി ആൾക്കാർ ഉണരുമ്പോൾ സ്ഥലം വിടുകയാണ് പതിവ്. ചില വീടുകളിലെ ടാപ്പ് തുറന്നു വിടുകയും ചെയ്തിരുന്നു. ഈ അടുത്തൊരു വീട്ടിലെ CCTVയിൽ കൃത്യമായി ഒരു അജ്ഞാതന്റെ ചിത്രം അവൻ നടന്നു വരുന്നൊരു ഫോട്ടോ CCTVയിൽ പതിയാനിടയായിട്ടുണ്ട്. ഒരു സംശയാസ്പദമായ രീതിയിൽ റോഡിലൂടെ സഞ്ചരിച്ച് ഏടി എത്താത്ത തരത്തിൽ മടങ്ങിപ്പോകുന്ന തരത്തിൽ ഒരു സംഭവം. പിന്നെ മുട്ടുന്ന തരത്തിലുള്ള ശബ്ദവും പല ജനങ്ങളും കേട്ടിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഷോ എല്ലാം കഴിഞ്ഞ് ചെറുപ്പക്കാർ ഒരു 12 മണി 1 മണിക്ക് വരുന്ന സമയത്ത് ഓടിപ്പോകുന്ന സംവിധാനം 1-2 പേര്. ഈ സംഭവങ്ങളിലും നടക്കുന്ന പറഞ്ഞാൽ 12 മണിക്കും 3 മണിക്കും ഇടയിലാണ്. അത് ചിലപ്പോൾ ഒരു സൈക്കോളജി പറഞ്ഞാൽ നമ്മൾ ഉറക്കം നല്ല ഗാഠനിദ്രയിൽ ഉണ്ടാകുന്ന സമയം തന്നെ ഒരു 2 മണി 3 മണിക്കിടക്കായിരിക്കുമല്ലേ, 1 മണിക്കും 3 മണിക്കും എടുക്കുക. 2 ആഴ്ച മുമ്പ് വരെ വറക്കോട്ടുവയലിലും എക്കച്ചിയിലുമാണ് ശല്യമുണ്ടായിരുന്നതെങ്കിൽ ഓണ ദിവസങ്ങളിൽ ഇത് പടുവളം ഭാഗത്തായിരുന്നു. പ്രദേശത്തെ CCTV ക്യാമറകളിൽ മോഷ്ടാവിൻ്റെതെന്ന് കരുതുന്ന ഒരു യുവാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച അർദ്ധരാത്രി കാലിക്കടവ് കരക്കക്കാവ് ക്ഷേത്ര പരിസരത്ത് ഒരാളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചിലർ കണ്ടിരുന്നു. കൂടുതൽ പേർ സംഘടിച്ച് എത്തിയപ്പോഴേക്കും ഇയാൾ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ചെറുസംഘങ്ങളായി തിരിഞ്ഞ് രാത്രി നിരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് പ്രദേശവാസികൾ. ചന്ദേര പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. News 18 പീലിക്കോട്.